നമസ്കാരം. 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും നമ്മൾ ഓൾറെഡി 4 പാർട്ടുകളായി പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് PSCയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങളിതൊരു റിവിഷൻ എക്സാം ആയിട്ട് എഴുതുക കേട്ടോ. ഓൾറെഡി നമ്മൾ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തു, അതിൻ്റെ MCQ പിറ്റേ ദിവസം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടലായിട്ട് ആ ചാപ്റ്റർ ടോട്ടലായിട്ടുള്ളൊരു എക്സാമാണ്. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് പോകാം. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നത്. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 10 മുതൽ 15 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ചോദ്യം എന്താണ്? ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഞാൻ ആൻസർ പറഞ്ഞോട്ടെ. ഏതാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ശരിയാണ് അല്ലേ, നമ്മൾ കറക്റ്റായി പഠിച്ചതാണ്. പക്ഷെ മൂന്നാമത്തേൽ നോക്കൂ, 10 മുതൽ 15 വർഷക്കാലത്തെ എന്നുള്ളതാണ് തെറ്റ്. അവിടെ എത്ര വരണം? 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങളെ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 1, 2 എന്നിവ മാത്രം ശരിയെന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് IMD. IMDയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏത് ഓപ്ഷനാണ് വരുന്നത്? ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി, 1ഉം 3ഉം ശരിയാണ് അല്ലേ. 1ഉം 3ഉം ശരിയാണ്. 1ഉം ശരിയാണ്, 3ഉം ശരിയാണ്. 2ൽ എന്താണ്? മുംബൈ ആണോ ആസ്ഥാനം? അല്ല, മുംബൈ അല്ല. എവിടെയാണ് ആസ്ഥാനം? ഡൽഹിയിലാണ് കേട്ടോ. അതാണ് അവിടെ തെറ്റായത്. നെക്സ്റ്റ് വൺ, സൂര്യനിലെ ഊർജ ഉൽപാദനത്തെയും വികിരണത്തെയും കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. സൂര്യനിൽ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹീലിയം ഹൈഡ്രജനായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജം ഹ്രസ്വ തരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? നോക്കി, ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 3ഉം ശരിയാണ്. അതായത് അണുസംയോജനം എന്നുള്ളത് ശരിയാണ്. ഊർജം ഉണ്ടാക്കുന്നത് അണുസംയോജനം വഴിയാണ്. പിന്നെയോ മൂന്നാമത്തെ പറയുന്ന ഹ്രസ്വ തരംഗങ്ങളായി വികിരണം, അതും ശരിയാണല്ലേ. സൂര്യനിൽ ഹ്രസ്വ തരംഗങ്ങൾ. ഇനി ഇവിടെ നോക്കൂ, എന്താണ് തെറ്റിയത്? സൂര്യനിൽ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജനാണ്, ഹീലിയം അല്ല. എന്താണ്? ഹൈഡ്രജൻ അല്ലേ. ഹീലിയം ഹൈഡ്രജൻ ആവുകയല്ല ചെയ്യുന്നത്, അത് തിരിച്ചാണ് കേട്ടോ. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. സൂര്യനിൽ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹീലിയം അല്ല അവിടെ വരുന്നത്. എന്താണ്? ഹൈഡ്രജനാണ്. ഓക്കെ, ഹൈഡ്രജനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹൈഡ്രജനാണ് ഹീലിയമായി മാറുന്നത്. അടുത്തത്, അന്തരീക്ഷ താപന പ്രക്രിയകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? താപചാലനം വഴി ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. സംവഹനം വഴി കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. വികിരണം വഴി ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഊർജം പുറന്തള്ളുന്നു. ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിഷ്വലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഷോർട്സ് ആയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരത് കാണാം കേട്ടോ. വിഷ്വലി നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? താപചാലനം, സംവഹനം, വികിരണം, ഇത് 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനയുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതാണ്? 2 മാത്രം അല്ലേ. സംവഹനം. എന്താ സംവഹനം എന്ന് പറയുന്നത്? എന്താണ്?
കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്താ പറയുന്നത്? അഭിവഹനം അഥവാ അഡ്വെക്ഷൻ എന്നല്ലേ പറയുന്നത്. സംവഹനം എന്ന് വെച്ചാൽ എന്താണ്? വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന ആ പ്രക്രിയയാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ തെറ്റ്. ഇനി തരംഗദൈർഘ്യവും അന്തരീക്ഷ താപനവും സംബന്ധിച്ച് പ്രസ്താവനകൾ വിലയിരുത്തുക. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ആവൃത്തി കുറവായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി 1, 3 എന്നിവ ശരിയാണ് അല്ലേ? 1, 3 ശരിയാണ്. ഇനി അതായത് ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ കറക്റ്റായിട്ട് പഠിച്ച കാര്യമാണ് അല്ലേ? ഇനി എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം? എന്താണ്? ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാൻ കഴിയുന്നത് അവയ്ക്ക് ആവൃത്തി കൂടുതൽ ആയതുകൊണ്ടാണ്. കുറവായതിനാലല്ല. എന്തുകൊണ്ടാണ്? ആവൃത്തി കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോയിൻ്റാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളതാട്ടോ, വേറെ ഒന്നുമില്ല. ആ ഒരു ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ 1ാമത്തെ ചാപ്റ്റർ ആ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ താപ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏവ? അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജത്തിൻ്റെ 35% പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുന്നു. മേഘങ്ങളും പൊടിപടലങ്ങളും ചേർന്ന് 14% ഊർജം ആഗിരണം ചെയ്യുന്നു. ഭൗമോപരിതലം നേരിട്ട് ആഗിരണം ചെയ്യുന്നത് ആകെ ഊർജത്തിൻ്റെ 51%. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണല്ലേ. അതായത് ഭൂമിയുടെ താപ ബജറ്റ് അനുസരിച്ച് 100 യൂണിറ്റ് സൗരോർജ്ജത്തിൽ 35% പ്രതിഫലിച്ചു പോകുക. പിന്നെ 14% അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നു. ബാക്കി വരുന്ന 51% എങ്ങനെയാണ്? ഭൗമോപരിതലം നേരിട്ട് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാണ്. അടുത്തത്, അന്തരീക്ഷത്തിൽ കൂടിയതും കുറഞ്ഞതുമായ താപനില രേഖപ്പെടുത്തുന്ന സമയം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയേത്? ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ്. രാത്രികാല ഭൗമവികിരണം മൂലം അന്തരീക്ഷം തണുക്കുന്നതിനാൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനിലയാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായി കണക്കാക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, ചൂടും താപനിലയും സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏത്? തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. ഇത് ജൂൾ എന്ന ഏകകത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഫാരൻഹീറ്റിൽ ജലത്തിൻ്റെ ഖരാംശം 0 ഡിഗ്രിയും തിളനില 100 ഡിഗ്രിയുമാണ്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 3 പ്രസ്താവന 3 തെറ്റാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ്? ഫാരൻഹീറ്റിൽ ജലത്തിൻ്റെ ഘരാങ്കം എങ്ങനെ കാണിക്കുന്നത്? 32 അല്ലേ, 32 തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ഓക്കെ, സെൽഷ്യസിൽ വരുമ്പോഴാണ് 0യും 100 ഡിഗ്രിയും കാണിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് സമതാപരേഖകളെ തിരിച്ചറിയുക. സമതാപരേഖകൾ. ഓക്കെ, ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കേതിക രേഖകളാണിവ. ഓരോ രേഖാംശരേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയെ താപീയ മധ്യരേഖ എന്ന് വിളിക്കുന്നു. ഇതിലേതാണ് ശരി? 2ഉം ശരിയാണല്ലേ. അതായത് ഒരേ താപനിലയിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖ. ഐസോതേർംസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ് സമതാപരേഖ. ഈ ഓരോ രേഖാംശ രേഖത്തിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി താപനിലയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് താപീയ മധ്യമേഖല. അത് 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം,
അക്ഷാംശീയ സ്ഥാനവും താപവിതരണവും സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏത്? ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചെരിഞ്ഞു പതിക്കുന്നു. ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കൂടിക്കൂടി വരുന്നു. ഏതാണ് ആൻസർ വരുന്നത്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ? അതായത് ഭൂമിയുടെ ഗോളാകൃതി കാരണം ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മികൾ ചെരിഞ്ഞാണ് പതിക്കുന്നത്. അതിനാൽ ധ്രുവങ്ങളോടടുക്കുമ്പോൾ താപനില ക്രമേണ എന്താ ചെയ്യുന്നത്? കൂടുകയല്ലല്ലോ, കുറയുകയാണ്. കൂടിക്കൂടി വരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടിക്കൂടിയല്ല, അവിടെ താപനില ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഉയരവും അന്തരീക്ഷ താപനിലയും സംബന്ധിച്ച പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഏതാണ് വരുന്നത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? അടുത്തത്, കരയും കടലും ചൂടുപിടിക്കുന്നതിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യുന്നു. സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കുറവും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കൂടുതലുമാണ്. സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ പ്രസ്താവനയാണ്? 1ഉം 3ഉം ശരിയാണ് അല്ലേ? 2 തെറ്റാണ്. എന്തുകൊണ്ടായിരിക്കും 2 തെറ്റാൻ കാരണം? അതായത് കരഭാഗങ്ങൾ വെള്ളത്തേക്കാൾ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ പറയുന്നത്, കറക്റ്റാണ്. അതിനാൽ കരയിൽ ഉഷ്ണകാലത്ത് താപനില വളരെ കൂടുതലും ശൈത്യകാലത്ത് വളരെ കുറവുമായിരിക്കും അല്ലേ? ഉഷ്ണകാലത്ത് കൂടുതലും ശൈത്യകാലത്ത് കുറവും. ഇത് ഓപ്പോസിറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ടാണിത് തെറ്റായത്. അടുത്തത്, സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏവ? സമുദ്രജല പ്രവാഹം കേട്ടോ. ഉഷ്ണജല പ്രവാഹങ്ങൾ കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില കുറയുന്നു. ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുന്നു. കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു. ഏതാണ് ഇതിൽ കറക്റ്റായിട്ട്? 2ഉം 3 അല്ലേ? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1 തെറ്റാൻ. എന്തുകൊണ്ടാണ് 1 തെറ്റാൻ കാരണം? ഉഷ്ണജല പ്രവാഹങ്ങൾ കടന്നു പോകുന്ന തീരങ്ങളിലെ അന്തരീക്ഷ താപനില എന്താ ചെയ്യുന്നത്? കുറയുകയാണോ ചെയ്യുന്നത്? അല്ല, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് അവിടെ തെറ്റിയത്. ഇതിൽ പകുതിയോളം ചോദ്യങ്ങൾ, അതായത് 50-ൽ 25ഓളം ചോദ്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ബാക്കി അല്ലാത്ത ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ കട്ടി കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഡിഗ്രിക്കായാലും LDCക്കൊക്കെ ആയാലും ഈ ഒരു തരത്തിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ചെയ്തിടാം കേട്ടോ. ഓരോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തത് മാത്രം ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം ഇട്ട് തരാം. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും സെയിം ചോദ്യം തന്നെയായിരിക്കും, പക്ഷെ അത് വേറെ രീതിയിൽ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ കുറച്ച് കട്ടിയായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ആഴത്തി പഠിച്ചാലാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാവരും ഒന്നെങ്കിൽ മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും കമൻറ്റൊന്നും ചെയ്യുന്നില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. മാർക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷ മർദ്ദം 76 സെൻറ്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. ഭൗമോപരിതല അന്തരീക്ഷ മർദ്ദം 10-13.2 മില്ലിബാർ അഥവാ ഹെക്ടോ പാസ്കൽ ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം വർദ്ധിക്കുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 1ഉം 2ഉം അല്ലേ? മൂന്നാമത്തെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് തെറ്റാവാൻ കാരണം? ഇവിടെ അന്തരീക്ഷ മർദ്ദം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് തെറ്റല്ലേ? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നുയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു.
ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലി ബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ഏതാണ് ശരി? രണ്ടും ശരിയാണ് അല്ലേ. ഉയരം കൂടുന്തോറും വായുവിൻ്റെ സാന്ദ്രത എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും അല്ലേ. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അന്തരീക്ഷമർദ്ദവും വായുവിലെ ജലാംശവും സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കൂടുതലായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രത വായുവിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ്. ഏതാണ്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? അതായത് വായുവിൽ ജലാംശം കൂടുമ്പോൾ ഭാരം കൂടിയ നൈട്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പകരം ഭാരം കുറഞ്ഞ ജലതന്മാത്രകളാണ് വരുന്നത്. അത് ശരിയാണ്. ഇനി ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ ആർദ്രത വായുവിൽ അന്തരീക്ഷമർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി 17ാമത്തെ ചോദ്യം എന്താണ്? ഭ്രമണവും ആഗോളമർദ്ദ മേഖലകളും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം ഭൂമധ്യരേഖ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും. ഭൂഭ്രമണത്തിന് സ്വാധീനം കാരണം ആഗോളതലത്തിൽ ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദമേഖലകൾ രൂപപ്പെടുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കി. ആൻസർ ഡി ആണ് അല്ലേ. മുകളിലുള്ളവയെല്ലാം കറക്റ്റാണ്. എന്തൊക്കെയാണ്? നമുക്കറിയാം താപനിലയും മർദ്ദവും എങ്ങനെയാണ്? വിപരീത അനുപാതം. അതായത് ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഭൂമധ്യരേഖയിൽ മർദ്ദം കുറവും ധ്രുവങ്ങളിൽ കൂടുതലും ആയിരിക്കും. അതും ശരിയാണ്. അതെ, ഭൂഭ്രമണം മൂലമുള്ള ശക്തികളും ചേർന്ന് വിവിധ ആഗോള മർദ്ദ മേഖലകളാണ് രൂപപ്പെടുന്നത് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഈ മേഖല രൂപപ്പെടാൻ കാരണം. ലംബദിശയിൽ വായുപ്രവാഹമുണ്ടാകുന്ന ഈ മേഖലയിൽ തിരശ്ചീന കാറ്റുകൾ ശക്തമായി വീശുന്നു. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഈ മേഖല രൂപപ്പെടാൻ കാരണം. അത് ശരിയാണ്. പിന്നെയോ കാറ്റുകളില്ലാത്ത ശാന്തമായ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. മൂന്നും ശരിയാണ് അല്ലേ. ഇനി ഏതാണ് തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ തിരശ്ചീന കാറ്റുകൾ ശക്തമായി വീശുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ലംബദിശയിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് വായു ചൂടായി ലംബദിശയിൽ ഉയരുന്നത് തിരശ്ചീന ദിശയിലുള്ള കാറ്റുകൾ എങ്ങനെയാണ്? ഉണ്ടാകാറില്ല. ഓക്കെ, അതാണ് കാറ്റുകൾ വീശുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റായി വന്നത്. അടുത്ത ചോദ്യം, ആഗോള മർദ്ദ മേഖലകളുടെ സ്ഥാനമാറ്റം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉഷ്ണകാലത്ത് മർദ്ദ മേഖലകൾ 5 മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും ശൈത്യകാലത്ത് വടക്കോട്ടും നീങ്ങുന്നു. ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, അതായത് ഒന്ന് മാത്രം ശരി അല്ലേ. രണ്ടാമത്തെ എന്തുകൊണ്ടാണ് തെറ്റായത്? ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 മുതൽ 10 വരെ വടക്കോട്ടും ശൈത്യകാലത്ത് തെക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ തെറ്റ് വന്നത്. അടുത്ത ചോദ്യം, വായുചലനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. അന്തരീക്ഷത്തിൽ ലംബദിശയിൽ ഉണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളെ വായുപ്രവാഹങ്ങൾ അല്ലെങ്കിൽ എയർ കറന്റ് എന്ന് വിളിക്കുന്നു. തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് വായുവിൻ്റെ ചലനത്തെയാണ് കാറ്റെന്ന് വിളിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവന വിലയിരുത്തിയിട്ട് ഓപ്ഷൻസിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് പറയുക. ഏതാണ്? രണ്ടും ശരിയാണ് അല്ലേ. അടുത്തത്, കോറിയോലിസ് ബലത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത്. കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ട് വ്യതിചലിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ട് വ്യതിചലിക്കുന്നു. കോറിയോലിസ് ബലം ധ്രുവങ്ങളിൽ പരമാവധി വ്യതിചലനം ഉണ്ടാക്കുന്നു. ഏതാണ് ഇതിൽ വരുന്നത്? എല്ലാം ശരിയാണ്. ഓക്കെ, ശരിയായത് ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്തത്, മർദ്ദച്ചെരിവ് ബലത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക.
തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദച്ചെരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണിത്. മർദ്ദച്ചെരിവ് കുറഞ്ഞ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. 3ൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? മർദ്ദച്ചെരിവ് കുറഞ്ഞ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും അല്ലേ, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ മർദ്ദവ്യത്യാസം കൂടുതലാകുമ്പോൾ, അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ മർദ്ദവ്യത്യാസം കൂടുതലാകുമ്പോൾ മർദ്ദച്ചെരിവ് കൂടുതലാവുകയും അങ്ങനെ കാറ്റ് ശക്തമാവുകയുമാണ് ചെയ്യുന്നത്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതേത്? ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശമാണിത്. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് ITCZ സ്ഥാനമാറ്റം ഉണ്ടാകാറില്ല. ഇത് ഭൂമധ്യരേഖയിൽ സ്ഥിരമായി നിലകൊള്ളുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി? 1 മാത്രം അല്ലെ, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 2 തെറ്റായത്? സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് ഇതിന് വടക്കോട്ടും തെക്കോട്ടും സ്ഥാനമാറ്റം ഉണ്ടാകാറുണ്ട്. ഓക്കെ, സ്ഥാനമാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് രണ്ടാമത്തെ തെറ്റായത്. രണ്ടാമത്തേൽ അത് സ്ഥാനമാറ്റം ഉണ്ടാകാറില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ സ്ഥാനമാറ്റം ഉണ്ടാകാറുണ്ട്. അതാണ് അവിടെ തെറ്റായി വന്നത്. അടുത്തത് ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. ഹരിതഗൃഹവാതകങ്ങൾ ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഹ്രസ്വതരംഗ വികിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ അധികമായി എത്തുകയും ആഗോള താപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയാണ് അല്ലേ, 1ഉം 3ഉം ശരിയാണ്. എന്തുകൊണ്ടാണ് 2 തെറ്റായത്? ഇവിടെ ഹ്രസ്വതരംഗ വികിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നു എന്ന് പറയുന്നു അല്ലേ. ആരെയാണ്? ഹ്രസ്വതരംഗങ്ങളെയല്ല, ദീർഘതരംഗ വികിരണങ്ങളെയാണ് തടഞ്ഞു നിർത്തുന്നത് കേട്ടോ. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന ദീർഘതരംഗ വികിരണങ്ങളെയാണ് തടഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് അതാണ് തെറ്റായത്. അന്താരാഷ്ട്ര പരിസ്ഥിതി ഉടമ്പടികളെക്കുറിച്ച് താഴെ പറയുന്ന ജോഡികൾ പരിശോധിക്കുക. മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015 ആഗോള താപന വർധനവ് കുറയ്ക്കുക. ഏതെല്ലാം ജോഡികളാണ് ശരിയായി ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? എല്ലാം ശരിയായിട്ടുള്ളതാണ് അല്ലേ, എല്ലാം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ചോദ്യങ്ങൾ നോക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ നിർണ്ണയിക്കാൻ സാധാരണയായി എത്ര വർഷത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങളാണ് പരിഗണിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, 35 മുതൽ 40 വർഷം വരെ. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ആകെ ഊർജത്തിൻ്റെ എത്ര ഭാഗമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്? എത്ര ഭാഗമാണ് എന്നതാണ് ചോദ്യം. 200 ദശലക്ഷത്തിൽ 1 ഭാഗം. ഓക്കെ, ഏകദേശം 200 ദശലക്ഷത്തിൽ 1 ഭാഗം മാത്രമാണ്. ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരെന്താണ്? ഭൗമോപരിതലത്തിലെത്തുന്ന സൗരകിരണത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേര് ഏതാണ്? ഇൻസൊലേഷൻ എന്നാണ്. ഇൻസൊലേഷൻ. അടുത്തത് ഭൗമോപരിതലം ചൂടുപിടിച്ചതിന് ശേഷം ദീർഘതരംഗങ്ങളായി ഊർജം അന്തരീക്ഷത്തിലേക്ക് പുനഃവികിരണം ചെയ്യുന്ന പ്രക്രിയ. ദീർഘതരംഗങ്ങളായിട്ട് പുനഃവികിരണം ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ ഭൗമവികിരണം എന്ന് പറയുന്നത്, ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെ വിളിക്കുന്നു? എങ്ങനെയാണ് വിളിക്കുന്നത്? ദൈനിക താപാന്തരം. ദൈനിക താപാന്തരം. അന്തരീക്ഷ താപനില അളക്കുന്നതിന് 2 സാധാരണ തെർമോമീറ്ററുകളെ U ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ചുണ്ടാക്കുന്ന പ്രത്യേക ഉപകരണം ഏതാണത്? മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിൽ
ജലത്തിൻ്റെ ഖരാംശവും തിളനിലയും യഥാക്രമം എത്രയാണ്? ഇതിവിടെ കൊടുത്തിട്ടുള്ളത് വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ 32 പിന്നെയോ 32 ഫാരൻഹീറ്റും തിളനില 212 കേട്ടോ. ഓപ്ഷൻ ബി ആണ് 32 212. അത് നോക്കിയാൽ മതി. ഇനി ഭൂപടങ്ങളിൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയുടെ പേരെന്താണ്? ഐസോതേംസ് അല്ലേ? ഐസോതേംസ് സമതാപ രേഖകൾ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേരെന്ത്? വടക്കേ അമേരിക്ക ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പൊതുവായ ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ. ഭൗമോപരിതലത്തിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്ര മില്ലിബാർ ആണ്? 10-13.2 മില്ലിബാർ. ഭൂപടങ്ങളിൽ ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഒരേ മർദ്ദമുള്ളതാണ്, അത് ഐസോബാർ ആണ്. മർദ്ദമേഖല അല്ലെ സമമർദ്ദ രേഖകൾ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാറ്റുകൾ ഇല്ലാത്ത ശാന്തമായ മർദ്ദമേഖല അറിയപ്പെടുന്ന പേരെന്താണ്? ഡോൾഡ്രംസ് നിർവാത മേഖല. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിൻ്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ ആണല്ലേ? അത് മാറിപ്പോരുത് കേട്ടോ. വിൻഡ് വെയിൻ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ദിശയാണ്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകൾ പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്ഥിരവാദങ്ങൾ അല്ലേ? സ്ഥിരവാദങ്ങൾ പെർമനൻ്ററി. രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴേക്കിറങ്ങി വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? രാത്രികാലങ്ങളിലാണ്. ഏത് കാറ്റാണത്? പർവ്വതക്കാറ്റ് രാത്രികാലങ്ങളിൽ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതും കൊടും ചൂടിന് ശമനമേകുന്നതുമായ പ്രാദേശികവാദം ഏതാണ്? പ്രാദേശിക കാറ്റാണ് ഹർമാറ്റൻ. അടുത്തത്, ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം ഏത് ദിശയിലാണ് സംഭവിക്കുന്നത്? എതിർ ഘടികാര ദിശയിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് അല്ലേ? ഇനി അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ ആർദ്രത ഹ്യൂമിഡിറ്റി, അത് ഹൈഗ്രോമീറ്റർ ആണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങൾ ഏവ? തൂവൽ കെട്ട് പോലെയുള്ളത് ഏതാണ്? തൂവൽ കെട്ട് പോലെ സിറസ് ആണല്ലേ? ഓപ്ഷൻ സി. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളെ വിളിക്കുന്ന പേരെന്താണ്ട്? ഇരുണ്ടത്, അത് നിംബസ് മേഘങ്ങളാണ്. മണിക്കൂറിൽ എത്ര സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിനെ മേഘവിസ്ഫോടനം ആയി കണക്കാക്കുന്നത്? എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ സാധാരണയായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന മഴ ഏതിനത്തിൽ പെടുന്നു? ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്നത് ഏതാണ്? സംവഹന വൃഷ്ടി, കൺവെക്ഷണൽ റെയിൻഫാൾ ആണ്. സംവഹന വൃഷ്ടിയാണ് 4 മണി മഴ അല്ലേ എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ട് പ്രകാരം നോക്കണേ. 1850 1900 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2011-2020 ആഗോള താപനിലയിൽ എത്ര ഡിഗ്രിയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്? നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. എത്രയാണ്? 1.1 ഡിഗ്രി. ഇങ്ങനെ 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവരും എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയോ എന്ന കാര്യവും കൂടി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്